സെൻട്രൽ ബാങ്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്തായിരിക്കും? ഒരുപക്ഷെ നോട്ട് അടിക്കുന്ന ഒരു വലിയ മെഷീൻ, അല്ലേ? എന്നാൽ അതൊരു ഒരു തുടക്കം മാത്രമാണ്. നിങ്ങൾ തന്ന ഈ രേഖകൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ആ നോട്ടുകൾക്ക് പിന്നിൽ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയവും തലച്ചോറും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. ഇന്ന് നമ്മൾ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ, അതായത് RBIയുടെ പ്രവർത്തനങ്ങളിലേക്കാണ് ഒന്നിറങ്ങി ചെല്ലുന്നത്. ശരിക്കും ആരും കാണാത്ത, പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന ചില കാര്യങ്ങൾ. നിങ്ങളുടെ പോക്കറ്റിലെ പണം മുതൽ നിങ്ങൾ അടയ്ക്കുന്ന ലോണിന്റെ EMI വരെ RBIയുടെ തീരുമാനങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും RBIയെ ഒരു സാമ്പത്തിക സൂപ്പർ ഹീറോ എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മുൻപിൽ നിന്ന് പോരാടുന്നില്ലെങ്കിലും പശ്ചാത്തലത്തിൽ നിന്ന് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുകയാണവർ. 1935 തുടങ്ങിയ ഈ സ്ഥാപനം ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ഈ രേഖകളിൽ പറയുന്ന പ്രധാന ധർമ്മങ്ങൾ, അത് ഓരോന്നായി പരിശോധിക്കുമ്പോൾ ഈ അദൃശ്യമായ സ്വാധീനം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോ നമുക്ക് തുടങ്ങിയാലോ? ഉറപ്പായും. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന നോട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. കറൻസി നോട്ടുകൾ ഇറക്കുക. ഇതാണല്ലോ RBIയുടെ ഏറ്റവും പ്രശസ്തമായ ജോലി. പക്ഷെ ഇവിടെ ഒരു കൗതുകമുണ്ട്. എല്ലാ നോട്ടുകളും RBI ആണോ പുറത്തിറക്കുന്നത്? നിങ്ങളുടെ രേഖകളിൽ പറയുന്നു 1 രൂപ നോട്ടും നാണയങ്ങളും ഒഴികെ മറ്റെല്ലാം RBIയുടെ കുത്തകയാണെന്ന്. 1 രൂപ നോട്ട് മാത്രം ഇന്ത്യൻ ഗവൺമെന്റ്. അതെന്താ അങ്ങനെ ഒരു വേർതിരിവ്? അതൊരു ചരിത്രപരമായ തുടർച്ചയാണ്. പണ്ട് ബ്രിട്ടീഷ് സർക്കാർ 1 രൂപ നോട്ടുകൾ ഇറക്കിയിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷവും ആ ഒരു രീതി തുടർന്നു പോന്നു. പക്ഷെ പ്രായോഗികമായി നോക്കിയാൽ അതിന്റെ വിതരണവും കാര്യങ്ങളുമെല്ലാം നടത്തുന്നത് RBI തന്നെയാണ്. ഇവിടെ പ്രധാനം ഈ അധികാര കേന്ദ്രീകരണമാണ്. ഒന്ന് ഓർത്തു നോക്കൂ, രാജ്യത്ത് പലതരം ഏജൻസികൾ നോട്ടുകൾ ഇറക്കിയാലുള്ള ഒരു ആശയക്കുഴപ്പം. ഒരൊറ്റ സ്ഥാപനം കറൻസി ഇറക്കുമ്പോൾ അതിനൊരു ഏകീകൃത സ്വഭാവം വരും. ഇത് ആ കറൻസിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം കൂട്ടുന്നു. ആ വിശ്വാസമാണ് ഏതൊരു കറൻസിയുടെയും അടിത്തറ. ശരിയാണ്, വിശ്വാസം. അപ്പോ ഈ നോട്ടുകൾ വെറുതെ ഒന്ന് അച്ചടിക്കുകയല്ലോ, അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് വേണ്ടേ? മിനിമം റിസർവ് സിസ്റ്റം എന്നൊരു വാക്ക് ഞാൻ ഈ രേഖകളിൽ കണ്ടു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. RBIക്ക് തോന്നിയ പോലെ നോട്ടടിക്കാൻ പറ്റില്ല. കുറഞ്ഞത് 200 കോടി രൂപയുടെ ഒരു കരുതൽ ശേഖരം അവരെപ്പോഴും നിലനിർത്തണം. അതിൽ തന്നെ 115 കോടി രൂപയുടെ സ്വർണവും ബാക്കി വിദേശ കറൻസികളുമായിരിക്കണം. ഇതാണ് മിനിമം റിസർവ് സിസ്റ്റം. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന പണത്തിന് ഒരു ആന്തരിക മൂല്യമുണ്ട് എന്നൊരു ഉറപ്പാണ്. അതോടൊപ്പം ആവശ്യത്തിനനുസരിച്ച് കറൻസി വിതരണം ചെയ്യാനുള്ള വഴക്കവും സാമ്പത്തിക സ്ഥിരതയും ഇത് നൽകുന്നു. ഓക്കെ, അപ്പോ എന്റെ പോക്കറ്റിലിരിക്കുന്ന നോട്ടിന് പിന്നിൽ സ്വർണത്തിന്റെയും വിദേശ കറൻസിയുടെയും ഒരു പിൻബലം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു സമാധാനം. ഇനി നമുക്ക് ഒരു പടി കൂടി മുകളിലേക്ക് പോകാം. എന്റെ പണം ഞാൻ ബാങ്കിൽ സൂക്ഷിക്കുന്നു. പക്ഷേ ഈ ബാങ്കുകൾ അവരുടെ പണം എവിടെയാണ് സൂക്ഷിക്കുന്നത്? ഇവിടെയാണ് ബാങ്കുകളുടെ ബാങ്ക് എന്ന RBIയുടെ റോൾ വരുന്നത്, അല്ലേ? അതെ, നമ്മൾ ബാങ്കുകളെ ആശ്രയിക്കുന്നത് പോലെ രാജ്യത്തെ എല്ലാ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളും RBIയെ ആശ്രയിക്കുന്നു. അവർക്ക് അവിടെ അക്കൗണ്ടുകൾ തുറക്കാം, പണം നിക്ഷേപിക്കാം, ആവശ്യമുള്ളപ്പോൾ പണം പിൻവലിക്കുകയും ഒക്കെ ചെയ്യാം. ഇതൊരു ബന്ധം മാത്രമല്ല, ഒരു നിയന്ത്രണം കൂടിയാണ്. ഇതിന്റെ ഭാഗമായാണ് ക്യാഷ് റിസർവ് റേഷ്യോ അഥവാ CRR വരുന്നത്. ഒരു നിമിഷം, ബാങ്കുകൾ അവരുടെ പണം RBIയിൽ സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒന്നാണോ, അതോ ഇതിന് വല്ല നിയമങ്ങളുമുണ്ടോ? നിങ്ങൾ പറഞ്ഞ ഈ ക്യാഷ് റിസർവ് റേഷ്യോ എന്നതിന് ഇതുമായി ബന്ധമുണ്ടോ? തീർച്ചയായും ബന്ധമുണ്ട്. ഇത് ബാങ്കുകളുടെ ഇഷ്ടമല്ല, ഇതൊരു നിയമപരമായ നിബന്ധനയാണ്. ഓരോ ബാങ്കും അവരുടെ കയ്യിൽ വരുന്ന മൊത്തം നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം പണമായിട്ട് RBIയിൽ സൂക്ഷിക്കണം. ഇതിന് ബാങ്കുകൾക്ക് പലിശയൊന്നും കിട്ടുകയുമില്ല. ഇതാണ് CRR. ഇതൊരു സുരക്ഷാ കരുതൽ മാത്രമല്ല, സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കാനുള്ള RBIയുടെ കയ്യിലെ ഏറ്റവും ശക്തമായ ടൂൾസിൽ ഒന്നുമാണ്. അതെങ്ങനെയാണ് ഒരു ഉപകരണമാകുന്നത്? ലളിതമായി പറയാം. ഇപ്പോ വിപണിയിൽ പണപ്പെരുപ്പം കൂടുതലാണെന്ന് കരുതുക. അതായത് സാധനങ്ങളുടെ വില കൂടുന്നു. അപ്പോൾ RBI CRR നിരക്ക് കൂട്ടും. ഉദാഹരണത്തിന് 4% നിന്ന് 5% ആക്കിയാൽ ബാങ്കുകൾക്ക് അവരുടെ നിക്ഷേപത്തിന്റെ 1% കൂടി RBIയിൽ വെക്കേണ്ടി വരും. അപ്പോൾ ബാങ്കുകൾക്ക് പുറത്ത് ലോൺ കൊടുക്കാനുള്ള പണം കുറയും. ഓക്കെ, ലോൺ കുറയുമ്പോൾ ആളുകളുടെ കയ്യിലെ പണം കുറയും, അവർ സാധനങ്ങൾ വാങ്ങുന്നത് കുറയും. ഇത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ സഹായിക്കും. മനസ്സിലായി.
അപ്പോ നേരെ തിരിച്ചും സംഭവിക്കുമല്ലേ? അതെ, സാമ്പത്തിക മാന്ദ്യമാണെങ്കിൽ RBI CRR കുറയ്ക്കും. അപ്പോൾ ബാങ്കുകളുടെ കയ്യിൽ കൂടുതൽ പണം വരും. അവർക്ക് കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ ലോൺ കൊടുക്കാൻ പറ്റും. ഇത് വിപണിയിലെ പണത്തിന്റെ ലഭ്യത കൂട്ടുന്നു. അപ്പോ നമ്മള് പത്രങ്ങളിലൊക്കെ RBI നയം പ്രഖ്യാപിച്ചു, പലിശ നിരക്കിൽ മാറ്റമില്ല എന്നൊക്കെ വായിക്കുമ്പോൾ അതിന്റെയൊക്കെ ഒരു തുടക്കം ഇവിടെ നിന്നാണ്. നമ്മുടെയൊക്കെ EMI നേരിട്ട് ബാധിക്കുന്ന ഒരു തീരുമാനത്തിന്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ട് അല്ലേ? പക്ഷേ ഈ ബാങ്കുകൾക്ക് തന്നെ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ എന്ത് ചെയ്യും? ആര് സഹായിക്കും? നല്ല ചോദ്യമാണ്. അവിടെയാണ് RBI അവസാനത്തെ ആശ്രയം അഥവാ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ആയി മാറുന്നത്. ഇതൊരു എന്താ പറയാ ഒരു ഫാമിലി ഡോക്ടറെ പോലെയാണ്. ചെറിയ അസുഖങ്ങൾക്ക് നമ്മൾ അടുത്തുള്ള ക്ലിനിക്കിൽ പോകും. അതുപോലെ ബാങ്കുകൾക്ക് ചെറിയ പണത്തിന്റെ ആവശ്യങ്ങൾ വന്നാൽ അവർ മറ്റു ബാങ്കുകളെ ആശ്രയിക്കും. പക്ഷെ ഒരു വലിയ പ്രതിസന്ധി വന്നാൽ മറ്റു വഴികളെല്ലാം അടയുമ്പോൾ ആശ്രയിക്കാവുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലാണ് RBI. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? റീപോ ഓപ്പറേഷൻസ് അങ്ങനെയുള്ള ചില വാക്കുകൾ നിങ്ങളുടെ രേഖകളിൽ കാണുന്നുണ്ട്. ഒരു ബാങ്കിന് പെട്ടെന്ന് പണത്തിന് ആവശ്യം വന്നു. അവർക്ക് മറ്റു വഴികളൊന്നും ഇല്ലെന്ന് കരുതുക. അപ്പോൾ അവർക്ക് RBIയെ സമീപിക്കാം. RBI സർക്കാർ സെക്യൂരിറ്റികൾ ഈടായി വാങ്ങി ബാങ്കുകൾക്ക് ഹ്രസ്വകാല വായ്പകൾ നൽകും. ഈ വായ്പയ്ക്ക് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ്. ഇത് ബാങ്കിംഗ് സിസ്റ്റത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ വളരെ അത്യാവശ്യമാണ്. ശരിയാണ്. ഒരു ബാങ്ക് തകർന്നാൽ അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ മൊത്തം സിസ്റ്റത്തെയും ബാധിക്കും. അത് ഒഴിവാക്കാനുള്ള ഒരു സുരക്ഷാ വലയമാണത്. ഒരു നിമിഷം, ഇതിലൊരു അപകടമില്ലേ? ഏത് പ്രതിസന്ധി വന്നാലും RBI രക്ഷിക്കാൻ ഉണ്ടാകുമെന്നൊരു ചിന്ത ബാങ്കുകൾക്ക് വന്നാൽ അവർ കൂടുതൽ റിസ്ക് എടുക്കാൻ പ്രേരിപ്പിക്കപ്പെടില്ലേ? ഒരു മോറൽ ഹസാർഡ് എന്ന് പറയുന്ന അവസ്ഥ വരില്ലേ? തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട ആശങ്കയാണ്. അതുകൊണ്ടാണ് RBI ഒരു സൂപ്പർവൈസറുടെ റോൾ കൂടി വഹിക്കുന്നത്. ബാങ്കുകൾക്ക് ലൈസൻസ് നൽകുന്നതും അവരുടെ പ്രവർത്തനം നിരന്തരം നിരീക്ഷിക്കുന്നതും നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതും ഒക്കെ RBI ആണ്. ആവശ്യത്തിന് മൂലധനം ബാങ്കുകളുടെ കയ്യിലുണ്ടോ, അവർ നൽകുന്ന വായ്പകൾ സുരക്ഷിതമാണോ എന്നൊക്കെ പരിശോധിക്കും. അപ്പോൾ അവസാനത്തെ ആശ്രയം എന്ന സൗകര്യം ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള ഒരു മേൽനോട്ടവും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. അപ്പോ RBI ഒരേ സമയം ബാങ്കുകളുടെ സുഹൃത്തും വഴികാട്ടിയും അതേസമയം ഒരു കർക്കശക്കാരനായ മേൽനോട്ടക്കാരനുമാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി വലിയ ചിത്രത്തിലേക്ക് വരാം. സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. വായ്പയുടെ നിയന്ത്രണം എന്നൊരു പ്രധാന ധർമ്മത്തെ കുറിച്ച് രേഖകളിൽ പറയുന്നുണ്ട്. ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് എന്നിങ്ങനെ രണ്ട് തരം നിയന്ത്രണങ്ങൾ. എന്താണിവ തമ്മിലുള്ള വ്യത്യാസം? ക്വാണ്ടിറ്റേറ്റീവ് അതായത് അളവ് സംബന്ധമായ നിയന്ത്രണം, അത് സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ മൊത്തത്തിലുള്ള അളവിനെയാണ് ബാധിക്കുന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ച CRR, റിപ്പോ റേറ്റ് എന്നിവയെല്ലാം ഇതിൽ വരും. റിപ്പോ റേറ്റ് കൂട്ടിയാൽ ബാങ്കുകൾക്ക് RBIയിൽ നിന്ന് പണം കടമെടുക്കാനുള്ള ചെലവ് കൂടും. അപ്പോൾ അവർ നൽകുന്ന ലോണുകളുടെ പലിശയും കൂടും. അതെ, ഭവന വായ്പ, വാഹന വായ്പ എന്നിവയുടെ എല്ലാം പലിശയും കൂടും. ഇത് ലോൺ എടുക്കുന്നതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കും. വിപണിയിലെ പണത്തിന്റെ ഒഴുക്ക് കുറയ്ക്കുകയും ചെയ്യും. ഇത് രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോ ക്വാളിറ്റേറ്റീവ് അഥവാ ഗുണപരമായ നിയന്ത്രണം എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ക്വാളിറ്റേറ്റീവ് എന്നത് പണത്തിന്റെ അളവിനെയല്ല, അതിന്റെ ദിശയെയാണ് നിയന്ത്രിക്കുന്നത്. അതായത് വായ്പ ഏതൊക്കെ മേഖലകളിലേക്ക് പോകണം, എവിടേക്ക് പോകരുത് എന്ന് നിർദ്ദേശിക്കുന്നതാണിത്. ഉദാഹരണത്തിന് കൃഷി, ചെറുകിട വ്യവസായങ്ങൾ, വിദ്യാഭ്യാസം ഇവയൊക്കെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ഇവയെ മുൻഗണനാ മേഖലകൾ എന്ന് പറയും. അതെ, ഈ മേഖലകളിലേക്ക് നിശ്ചിത ശതമാനം വായ്പ നൽകണമെന്ന് RBI ബാങ്കുകളോട് നിർബന്ധമായും പറയും. അതേസമയം ഓഹരി വിപണിയിലെ ഊഹക്കച്ചവടം പോലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ലോൺ കൊടുക്കുന്നത് നിയന്ത്രിക്കാനും RBIക്ക് നിർദ്ദേശം നൽകാം. ഇതിനെയാണ് സെലക്ടീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരേ സമയം ടാപ്പ് തുറന്നു വിടുകയും അതേസമയം വെള്ളം എവിടേക്ക് ഒഴുകണമെന്ന് ചാല് കീറി വിടുകയും ചെയ്യുന്നത് പോലെയാണ്. ഇനി ഒരു കാര്യം കൂടി, നമ്മൾ ഇതുവരെ സംസാരിച്ചത് രാജ്യത്തിനകത്തെ കാര്യങ്ങളാണ്. പക്ഷേ ഗവൺമെന്റിന് ഒരു ബാങ്ക് വേണ്ടേ? ഒരു മിനിറ്റും, ഞാൻ ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കട്ടെ. അപ്പോ പ്രധാനമന്ത്രി ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുമ്പോ അതിന്റെ പണം കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ട് ഇരിക്കുന്നത് RBIയിലാണെന്നാണോ നിങ്ങൾ പറയുന്നത്? നമ്മുടേതുപോലെ ഒരു സേവിങ്സ് അക്കൗണ്ട് ആണോ അത്? ഏകദേശം അതേ എന്ന് പറയാം. കേന്ദ്ര സർക്കാരിന്റെയും
മിക്കവാറും എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും പ്രധാന ബാങ്കർ RBI ആണ്. സർക്കാരിന്റെ വരവുകൾ, അതായത് നികുതി പോലുള്ളവ ഈ അക്കൗണ്ടുകളിലാണ് വരുന്നത്. സർക്കാരിന്റെ ചെലവുകൾ, ശമ്പളം, പെൻഷൻ, പദ്ധതികൾക്കുള്ള പണം, അതൊക്കെ പോകുന്നത് ഈ അക്കൗണ്ടുകളിൽ നിന്നാണ്. ഇത് കൂടാതെ സർക്കാരിന് പണത്തിന് ആവശ്യം വരുമ്പോൾ ട്രഷറി ബില്ലുകൾ, ബോണ്ടുകൾ എന്നിവ വിറ്റ് വിപണിയിൽ നിന്ന് കടമെടുക്കുന്നത് RBI വഴിയാണ്. ഏറ്റവും പ്രധാനമായി സർക്കാരിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായും RBI പ്രവർത്തിക്കുന്നു. അപ്പോൾ രാജ്യത്തിനകത്തുള്ള പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷെ ഇന്നത്തെ ലോകത്ത് ഒരു രാജ്യത്തിന് തനിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ രൂപയുടെ വില ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയിരിക്കുന്നു എന്നതും പ്രധാനമല്ലേ. ഇവിടെയാണ് RBIയുടെ അടുത്ത റോള് വരുന്നത്, ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം കൈകാര്യം ചെയ്യുന്നത്. അതെ, ഇത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിയുടെയും ആരോഗ്യത്തിന്റെയും പ്രധാന അടയാളമാണ്. ഇത് നമ്മുടെ വീട്ടില് അത്യാവശ്യം കാര്യങ്ങൾക്കായി കുറച്ച് പണം എപ്പോഴും മാറ്റിവെക്കുന്നത് പോലെയാണ്. പക്ഷേ ഇത് വീട്ടുകാര്യത്തിനല്ല, രാജ്യകാര്യത്തിനാണ്. നമുക്ക് പെട്രോളിയം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മരുന്നുകളൊക്കെ ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഡോളറിൽ പണം കൊടുക്കണം. അതിന് ഈ വിദേശ നാണ്യശേഖരം ആവശ്യമാണ്. ഡോളർ, യൂറോ, സ്വർണം, ഇതൊക്കെയാണ് ഈ ശേഖരത്തിൽ ഉണ്ടാവുക. ഈ ശേഖരം രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ സഹായിക്കും എന്ന് പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? രൂപയുടെ മൂല്യം ഡോളറിനെതിരെ പെട്ടെന്ന് ഒരുപാട് ഇടിയുകയോ കൂടുകയോ ചെയ്താൽ അത് നമ്മുടെ കയറ്റുമതിയെയും ഇറക്കുമതിയെയും പ്രതികൂലമായി ബാധിക്കും. ഉദാഹരണത്തിന്, രൂപയുടെ വില പെട്ടെന്ന് ഒരുപാട് ഇടിഞ്ഞാൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും വില കൂടും, പെട്രോൾ വില വർദ്ധിക്കും. ശരിയാണ്. അത്തരം വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ RBI വിപണിയിൽ ഇടപെടും. അവരുടെ കയ്യിലുള്ള ഡോളർ വിറ്റ് രൂപയെ ശക്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ഡോളർ വാങ്ങി രൂപയുടെ മൂല്യം ഒരുപാട് കൂടുന്നത് തടയാനോ ശ്രമിക്കും. ഒരു യാങ്കർ പോലെ പ്രവർത്തിച്ച് രൂപയുടെ മൂല്യത്തിൽ ഒരു തരം സ്ഥിരത കൊണ്ടുവരാൻ ശ്രമിക്കും. അടുത്ത പോയിന്റ്, ഇത് നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതവുമായി ഏറ്റവും ബന്ധമുള്ള ഒന്നാണ്. ഞാനിപ്പോ എന്റെ ഫോൺ എടുത്ത് നിങ്ങൾക്ക് കുറച്ച് പണം അയച്ചാൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. ഈ RTGS, NEFT, UPI ഇടപാടുകൾക്ക് പിന്നിലും RBI ഉണ്ടെന്ന് പലർക്കും അറിയില്ലായിരിക്കും. ഒരു ക്ലിയറിംഗ് ഹൗസായി RBI പ്രവർത്തിക്കുന്നു എന്ന് രേഖകളിൽ പറയുന്നുണ്ട്. ഓർമ്മയില്ലേ, പണ്ടൊക്കെ നമ്മളൊരു ചെക്ക് ബാങ്കിലിട്ടാൽ അത് പാസ്സാവാൻ ഒരാഴ്ചയൊക്കെ കാത്തിരിക്കണം, ചെക്ക് കളക്ഷന് പോയിരിക്കുകയാണ് എന്നൊക്കെ ബാങ്കിൽ നിന്ന് പറയും. അതെ അതെ. ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് പണം എത്താനുള്ള ആ പഴയ സംവിധാനത്തിന്റെ ഒരു ആധുനിക സൂപ്പർ ഫാസ്റ്റ് രൂപമാണ് ഇന്നത്തെ ഈ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റങ്ങൾ. ഇതിന്റെ എല്ലാം കേന്ദ്ര ബിന്ദു RBI ആണ്. ബാങ്കുകൾ തമ്മിലുള്ള കോടിക്കണക്കിന് ഇടപാടുകൾ ഓരോ ദിവസവും തീർപ്പാക്കുന്നത് RBIയുടെ മേൽനോട്ടത്തിലുള്ള സംവിധാനങ്ങളാണ്. ഇത് സാമ്പത്തിക വ്യവസ്ഥയുടെ കാര്യക്ഷമതയും വേഗതയും അവിശ്വസനീയമായ രീതിയിൽ വർദ്ധിപ്പിച്ചു. അപ്പോ നമ്മൾ കണ്ടത് ബാങ്കുകളെയും ഗവൺമെന്റിനെയും സമ്പദ് വ്യവസ്ഥയെയും നിയന്ത്രിക്കുന്ന RBI ആണ്. അവസാനമായി ഒരു ലൈബ്രറിയന്റെ റോളിനെ കുറിച്ചും പറയുന്നുണ്ട്. വിവരങ്ങൾ ശേഖരിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക. ഇതിന്റെ പ്രസക്തി എന്താണ്? സാമ്പത്തികമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇരുട്ടിൽ തപ്പുന്നത് പോലെ ആകരുത്. അതിന് കൃത്യമായ വിവരങ്ങൾ വേണം. രാജ്യത്തെ ബാങ്കിംഗ്, വായ്പ, പണപ്പെരുപ്പം, വ്യാവസായിക ഉൽപാദനം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ആധികാരികമായ വിവരങ്ങൾ RBI ശേഖരിക്കും. എന്നിട്ടത് കൃത്യമായ ഇടവേളകളിൽ റിപ്പോർട്ടുകളായി പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ് പോലുള്ളവ ഉദാഹരണമാണ്. ഈ ഡാറ്റയാണ് ഗവൺമെന്റിന് പുതിയ നയങ്ങൾ രൂപീകരിക്കാനും ഗവേഷകർക്ക് പഠനങ്ങൾ നടത്താനും വ്യവസായികൾക്ക് നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാനും സഹായകമാകുന്നത്. അപ്പോ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലെ നോട്ടിൽ തുടങ്ങി ബാങ്കിലെ നിക്ഷേപത്തിന്റെ സുരക്ഷ ഉറപ്പാക്കി, ലോണിന്റെ പലിശ നിരക്ക് നിശ്ചയിച്ച്, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ വേഗത നിയന്ത്രിച്ച്, അന്താരാഷ്ട്ര ഇടപാടുകൾ സുഗമമാക്കി, ഡിജിറ്റൽ പേയ്മെന്റുകൾ സാധ്യമാക്കി, ഇങ്ങനെ നമ്മുടെ എല്ലാം സാമ്പത്തിക ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന ഒരു അദൃശ്യ ശക്തിയാണ് സെൻട്രൽ ബാങ്ക്. നിങ്ങൾ തന്ന രേഖകളുടെ അവസാനത്തിൽ ഒരു പ്രധാന ആശയം പറയുന്നുണ്ട്. ഒരു വികസ്വര രാജ്യത്തിന് കാര്യക്ഷമവും സ്വയംഭരണാധികാരവുമുള്ള ഒരു സെൻട്രൽ ബാങ്ക് അത്യന്താപേക്ഷിതമാണ് എന്ന്. ഇവിടെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം ഇതാ: ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് എന്ന നിലയിലുള്ള RBIയുടെ പങ്കും ഒരു സ്വതന്ത്ര സ്ഥാപനം എന്ന നിലയിലുള്ള അതിന്റെ പ്രവർത്തനങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ഒരു രാജ്യത്തിന്റെ ഭാവിയെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? ഇപ്പോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പലിശ നിരക്ക് കുറയ്ക്കാൻ ഗവൺമെന്റിന് താല്പര്യമുണ്ടാകാം.
പക്ഷെ അത് ദീർഘകാല അടിസ്ഥാനത്തിൽ പണപ്പെരുപ്പിന് കാരണമാകുമെന്ന് RBIക്ക് അറിയാമായിരിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഹ്രസ്വകാല ലക്ഷ്യങ്ങളും സെൻട്രൽ ബാങ്കിന്റെ ദീർഘകാല സാമ്പത്തിക സ്ഥിരതയ്ക്കായുള്ള ഉപദേശങ്ങളും തമ്മിൽ പൊരുത്തപ്പെടാതെ വരുമ്പോൾ എന്ത് സംഭവിക്കാം? ആരുടെ നിലപാടായിരിക്കും രാജ്യത്തിന് ഗുണകരം?